നെന്മാറയിലെ വിജയത്തിന് നന്ദി പറഞ്ഞ് വിജയിച്ച സ്ഥാനാർത്ഥി കെ പ്രേമൻ. നെന്മാറ, പോത്തുണ്ടി, ചാത്തമംഗലം, അയിലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനങ്ങളിലെത്തി കെ പ്രേമൻ ജനങ്ങളോട് നന്ദി പറഞ്ഞു. വലിയ UDF അനുകൂല തരംഗമുണ്ടായിട്ടും നെന്മാറയിലെ ജനങ്ങൾ തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന് കെ പ്രേമൻ പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം മുൻ MLA കെ ബാബുവും പാർട്ടി നേതാക്കളുമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് കെ പ്രേമൻ പറഞ്ഞു. നെന്മാറ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ, മകനെ പോലെ, കൂട്ടുകാരനെ പോലെ കൂടെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും 1000 ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ വ്യക്തിപരമായി കല്ലുവെച്ച നുണപ്രചരണങ്ങൾ എനിക്കെതിരെ അഴിച്ചുവിട്ടു. അതുപോലെ തന്നെ വ്യക്തിഹത്യ വരെ നടത്താനുള്ള ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴെല്ലാം അതിന് പ്രതിരോധ കവചം ചേർത്തുകൊണ്ട് ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനാണ് ഞാനെന്ന് തെളിയിക്കുന്നത്. ഏതൊരു പ്രളയത്തിലും കുത്തൊഴുക്കിലും പേമാരിയിലും തളരാതെ എന്നോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജീവനുള്ളിടത്തോളം കാലം ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സുഖദുഃഖങ്ങളിൽ ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പാണ് വീണ്ടും എനിക്ക് നൽകാനുള്ളത്. നന്ദി, നന്ദി, നന്ദി. മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലമാണ് മണ്ഡലത്തിൽ മുന്നണിക്ക് വിജയിക്കാനായതെന്നും കെ ബാബുവും അവകാശപ്പെട്ടു. UDFിന്റെ സുനാമി ഘട്ടത്തിലും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് എല്ലാ തിരമാലകളെയും കാറ്റിനെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ചുകൊണ്ടാണ് നെന്മാറ നിയോജകമണ്ഡലത്തിൽ 3305 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് പ്രേമൻ വിജയിച്ചത്. ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കേവലം ഒരു വലിയ വിജയമുണ്ടായി എന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ അതിനെയെല്ലാം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശരിയായ രൂപത്തിലേക്ക് ആ പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് എല്ലാ ജനവിഭാഗങ്ങളോടും പറയുന്നത്.